ഫ്ലാഷ് ബാക്ക്. സിനിമ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾക്ക് ശേഷം സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും എന്തായാലും 28-ാം തീയതി പോയി കാണണം. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. പിന്നെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാല്, അതായത് ഞാൻ ഈ KGF, പുഷ്പ, മാർക്കോ, അപ്പം ഞാൻ ഇങ്ങനത്തെ പടങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എത്രത്തോളം എനിക്ക് ഇഷ്ടമുണ്ടെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിന്റെ ആസ്പെക്ടിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിൽ ഒന്നാവും കാട്ടാളൻ എന്നുള്ളതിൽ എനിക്ക് സംശയമല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ്. അത്രയും വലിയ കാസ്റ്റാണ്, ക്രൂ ആണ്. മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് രവി ബസൂർ സാറാണ്. അതായത് KGF-ന്റെയും മാർക്കോന്റെയും സലാറിന്റെയും മ്യൂസിക് ഡയറക്ടറാണ്. ചില്ലറ പടമല്ല വരാൻ പോണത്. നമ്മളെ ചെക്കന്മാർക്ക് എല്ലാവർക്കും നമുക്ക് വളരെ ചെറിയൊരു ടൈമാണുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് ചെറിയ വളരെ കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈമേ നമുക്കുള്ളൂ. ചെറിയ ഏതാനും മിനിറ്റുകളെ നമ്മൾ സിനിമയിലുള്ളൂ. പക്ഷെ എന്തായാലും നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. ഈ കാര്യം ഞാൻ ആദ്യമേ പറയാട്ടോ. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. പക്ഷെങ്കിൽ ഇന്നെ വെച്ച് നോക്കരുത് പടം ഇതൊരു ആന്റണി വർഗീസ് പെപ്പെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് സംഭവമായിരിക്കും ഈ പടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പിന്നെ ഇതിൽ നമ്മുടെ ഹനാൻഷ ഇതിൽ ബദിരനും മൂകനോ ഹനാൻഷ് ഇതിനകത്ത് മൂളലെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. ഹനാൻഷ എന്തിനാണ് ഡ്രൈവർ ഓണിക്ക അല്ലെങ്കിൽ മറ്റേ ബോഡി ഗാർഡ് ആയിട്ടാ ഹനാൻഷ ഈ പടത്തിൽ പോയത്? നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. എടാ, സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാള് ഒരു സിനിമയിലേക്ക് പോകുമ്പോ ഹി ഷുഡ് മേക്ക് ഷുവർ ഹി മേക്സ് എൻ ഇമ്പാക്ട്. ഹാഷിർ എന്താ ചെയ്തേ? നമ്മളെ സാഫ് ബോയ് എന്താ ചെയ്തേ? നമ്മളെ ജുനൈസ് എന്താ ചെയ്തേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എടീ, അതാണ് ഇമ്പാക്ട്. അല്ലാതെ ഒരു സിനിമയില് ഹീറോക്ക് തന്നെ ഇതിനകത്ത് ഡയലോഗും ഇല്ല, പൊതുക്കൂല്ല. അതിനിടയിൽ ഹീറോന്റെയും ബാക്കിൽ പോയി നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്തിനാ? ആ ക്യാരക്ടർ എത്ര അല്ലേ? ജൂനിയർ ആർട്ടിസ്റ്റ് ഇഷ്ടം പോലെ ആൾക്കാരില്ലേ? ഒരു കാര്യമില്ല. ഹനാൻഷ് എന്ന് വായ തുറന്നിരുന്നെങ്കിലും തിയേറ്ററിൽ 4 കയ്യടി വന്നിരുന്നു. അതും വന്നില്ല. വായി തുറക്കണില്ല. ഫ്രെയിം ഇങ്ങനെ ചില ഫ്രെയിം വെക്കുന്ന സമയത്ത് നമ്മൾ ആ ട്രെയിലറിൽ കണ്ട ഐറ്റം മാത്രമുണ്ട്. അത് അവിടേക്ക് എത്തിയപ്പോൾ നാട്ടുകാർക്ക് മടുത്തു. അപ്പൊ പുള്ളി ഇങ്ങനെ നമ്മളിങ്ങനെ എന്തോ കണ്ടതുപോലെ പറയൂലേ, അതുപോലെ നിൽക്കും ഫുൾ ടൈം. ഹനാൻഷാന്റെ ഡയലോഗ് ഇപ്പൊ വരും, അല്ലെങ്കിൽ ഹനാൻഷാന്റെ എന്തെങ്കിലും ഒരു സാധനം വരും. എന്ത് ഹനാൻഷാക്ക് ഒന്നുമില്ല. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 എല്ലാവർക്കും പറ്റേ. ഹനാൻഷായെ വെച്ചിട്ട് നമ്മുടെ പഴയ സംവിധായകൻ വിനയൻ ഒരു പടം ചെയ്യണം. കാരണം ഇങ്ങനെ മിണ്ടാട്ടില്ലാത്ത ആളെ വെച്ചിട്ടൊക്കെ പുള്ളിയാണ് അതിന് ബെസ്റ്റ്.